ഒരു സ്വലാത്തിന് 10 കൂലിയുണ്ട്, 10 തെറ്റുകൾ അതുകൊണ്ട് മാപ്പാക്കപ്പെടുന്നുണ്ട്, 10 സ്വലാത്തുകളും അതിനക്ക് ലഭിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു അമല് നമ്മൾ ഒരു മുഅ്മിനായ മനുഷ്യർക്ക് അള്ളാഹ് കൽപ്പിച്ച അമലുകളെ കൂട്ടത്തിൽ ഇല്ല. തെറ്റുകൾ പൊറുക്കപ്പെടുന്ന അമലുകളുണ്ട്, നന്മകൾ കിട്ടുന്ന അമലുകളുമുണ്ട്. ഇപ്പൊ ളുഹ്ർ നിസ്കരിച്ചാൽ, ഒരു ളുഹ്ർ നിസ്കരിച്ചാൽ അള്ളാഹു അവന് 10 ളുഹ്ർ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. 10 കൂലി അല്ലെങ്കിൽ 60 ളുഹ്റിന്റെ കൂലി, അല്ലെങ്കിൽ എങ്ങനെ 60 സുന്നത്തിന്റെ കൂലി എന്നൊക്കെ പറഞ്ഞു എന്നല്ലാതെ അതേ സാധനം കൊണ്ട് കൂലി കൊടുക്കുന്ന ഒരു അമലുണ്ടെങ്കിൽ അത് സ്വലാത്ത് മാത്രമാണ്. മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു ബിഹാ അലൈഹി അശറ. എൻ്റെ മേൽ ഒരു സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ അള്ളാഹു അവനിക്ക് 10 കൂലി കൊടുക്കും എന്ന് ഒരു ഹദീസിലുണ്ട്. 10 കുറ്റങ്ങൾ അതുകൊണ്ട് മാപ്പാക്കി കൊടുക്കും എന്നും ഒരു ഹദീസിലുണ്ട്. അപ്പൊ അത് രണ്ടും ഇതിലേക്ക് നമുക്ക് ചേർക്കാം. അപ്പൊ 10 കൂലി കിട്ടി, 10 സ്വലാത്തിലെ കൂലി കിട്ടി, 10 അബദ്ധങ്ങൾ മാപ്പ് തന്നു. ഈ ഹദീസിൽ പറഞ്ഞത് അതല്ല, 10 സ്വലാത്ത് അവനിക്ക് ലഭിക്കുമെന്നാണ്. അതും അള്ളാഹു കൊടുക്കും എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം ചെറുതല്ല. അബുൽ മവാഹിബു ഷാദുലി, മഹാനായ താജുദ്ദീൻ അഹ്മദ് ബിൻ അത്താഇല്ലാഹി സിക്കന്ദരി ഒക്കെ പറഞ്ഞത് കാണാം. ഇമാം യൂസുഫ് നബഹാനി അഫ്ളലുസ്സലാത്ത് അല്ലെങ്കിൽ അഫ്ളലുസ്സലാത്ത് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. എന്താ അള്ളാഹുവിന്റെ ഒരു സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യത്യസ്തമായി പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പക്ഷേ ആരിഫീങ്ങൾ പറയുന്നത് അതിന്റെ അർത്ഥം നമുക്കറിയില്ല എന്ന്. എന്താണ് അള്ളാഹുവിന്റെ സ്വലാത്ത് എന്ന് ആർക്കും അറിയില്ല. ഇതറിയാത്തൊരു ലോകമാണ്. എത്രത്തോളം ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഒരു ബുദ്ധിമാനിയായ മനുഷ്യനോട് നിനക്ക് ലോകത്ത് ആളുകൾ ചെയ്ത അമലുകളുടെ മുഴുവൻ കൂലി തരാം, അതാണോ നിനക്ക് വേണ്ടത്? അതല്ല, എൻ്റെ ഒരു സ്വലാത്ത് നിനക്ക് തരാം. നമ്മൾ ശ്രദ്ധിക്കണം. ലൗ ഖയ്യിറൽ ആഖിലു, ഒരു ബുദ്ധിയുള്ള മനുഷ്യന് ഇഷ്ടം നൽകപ്പെട്ടാൽ എങ്ങനെ ലോകത്തുള്ള എല്ലാവർ ചെയ്ത സൽക്കർമ്മങ്ങളുടെ കൂലിയും നിനക്ക് തരാം. അത് വേണോ? അതല്ല, എൻ്റെ ഒരു സ്വലാത്ത്, അള്ളാഹുവിന്റെ ഒരു സ്വലാത്ത് നിനക്ക് വേണോ? ഏതാ വേണ്ടത് എന്ന് ഒരു ബുദ്ധിയുള്ളവനോട് ഇഷ്ടം നൽകപ്പെട്ടാൽ ലഖ്താറ സ്വലാത്തൽ വാഹിദ, നിന്റെ ഒരു സ്വലാത്ത് മതി അല്ലാഹ് എന്ന് ബുദ്ധിയുള്ളവൻ പറയും. ഇതാണ് സ്വലാത്ത്. സ്വലാത്തിനോട് കടപിടിക്കുന്ന ഒന്നില്ല എന്നതി നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അങ്ങനത്തെ സ്വലാത്ത് 10 നമുക്ക് ഇങ്ങോട്ട് കിട്ടുകയാണ്. അതിന്റെ കൂടെ 10 കൂലിയുണ്ട്, 10 അബദ്ധങ്ങൾ മാപ്പ് നൽകുന്നുണ്ട്, പുറമേ 10 സ്വലാത്ത് അള്ളാഹു തരും. സല്ലല്ലാഹു അലൈഹി അശ്റ, അവന്റെ മേൽ അള്ളാഹു 10 സ്വലാത്ത് നൽകുമെന്ന് പറഞ്ഞ ഒരു അമലിനെയും നമുക്ക് കാണാൻ സാധ്യമല്ല. സ്വലാത്താണെങ്കിലോ ഏറ്റവും വലിയ എന്തോ ഒരു ലോകമാണ്. സ്വലാത്ത് ചൊല്ലിയവര് മുഴുവനും വിജയിച്ചവരാണ്. സ്വലാത്തിന്റെ ശബ്ദത്തെ ഉയർത്തിയവൻ അള്ളാഹു അവനെ ഉയർത്തുമെന്ന് ആരിഫീങ്ങൾ പറയുന്നു. സ്വലാത്ത് ചൊല്ലുമ്പോ ശബ്ദം ഉയർത്തി ചെല്ല. ഉദാഹരണമായി ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചതാ, ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ ബാബ് ചാലിയമ്പള്ളിയിൽ നിന്നായാലും ഏത് നിക്കാഹിന്റെ സദസ്സിൽ നിന്നായാലും ഏത് അഭ്യസ്ത വിദ്യനും ശാസ്ത്രജ്ഞനും അടുത്തുണ്ടെങ്കിലും സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് വബാരിക് വസല്ലിം അലൈഹി, അങ്ങനെ 3 വട്ടം ചൊല്ലാതെ, ഉറക്കെ ചൊല്ലാതെ തങ്ങൾ നിക്കാഹ് കഴിക്കൂല.
എന്നാ ചൊല്ലാത്ത മൂല്യന്മാരുണ്ട്, നാടന്മാരുണ്ട്. ഒരട്ടം ചൊല്ലി ആർക്കോ വേണ്ടി കൗക്കോയക്ക് വേണ്ടി 2 റക്അത്ത് നിലക്ക് ചെല്ലിങ്ങാട് ഇങ്ങനെ ഉണ്ടാക്കണവരുണ്ട്, തീരെ ചൊല്ലാത്തവരുണ്ട്. ഇത് ഞാൻ ഖലീൽ തങ്ങൾ ബാബാനെ കാണുന്ന കാലം മുതൽക്കുള്ള ഒരു അനുഭവം. സ്വലാത്ത് ഉച്ചത്തിൽ ചൊല്ലുക. സ്വലാത്ത് ഉച്ചത്തിൽ ചൊല്ലുന്നവനെ, ഉയർത്തി ചെല്ലുന്നവനെ അള്ളാഹു ഉയർത്തുന്നതാണ്. തങ്ങളിപ്പോ എവിടെ എത്തിയാണ്? യാത്രയിലല്ല, എന്നും യാത്രയാണ്. ആ മനുഷ്യനെ അള്ളാഹു എത്ര ഉയർത്തിയത് നിങ്ങൾ മനസ്സിലാക്കി. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. സ്വലാത്ത് അത് വല്ലാത്തൊരു സാധനമാണ്. മഹാന്മാര് പറയുന്നു, മരണം എപ്പോഴും വരാം, എങ്കിലും മരണത്തിന് സാധാരണയിൽ ചില കാരണങ്ങളുണ്ട്. വളരെ ദയനീയമായ രോഗത്തിൽ ഒരാൾ കുടുങ്ങിപ്പോയി, ഡോക്ടർമാർ മരണം കൊണ്ട് വിധിച്ചുപോയി, അല്ലെങ്കിൽ മരണ മാസമോ കൊല്ലമോ വിധിച്ചുപോയി, നഊദുബില്ലാ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരുമ്പോൾ, അതുപോലുള്ള മാരകമായ രോഗങ്ങൾ വരുമ്പോൾ ഡോക്ടർമാര് പറഞ്ഞു ഇനി കൂടുതൽ ജീവിക്കൂല. ഡോക്ടർമാര് പറയണ്ട ഇനി കൂടുതൽ ജീവിക്കൂല, എനിക്ക് 56 വയസ്സായി, ഇനി കൂടുതൽ ജീവിക്കൂല. അതുപോലുള്ള പ്രായമുള്ളവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ചെറുപ്രായക്കാര് സന്തോഷിക്കണ്ട, അതിന്റെ മുമ്പും നിങ്ങൾ പിരിഞ്ഞു പോകാം, ഞങ്ങളെ മുമ്പ് നിങ്ങൾ പിരിയാം. തെങ്ങിന്റെ മടലടരുന്നതും കണ്ടില്ലേ, അടരാതെ നിന്ന് തിരിച്ചതും കരഞ്ഞില്ലേ. എല്ലാവരും ഈ ലോകത്തോട് പിരിയും. ചെറുപ്രായത്തിൽ പിരിഞ്ഞേക്കാം, പ്രായമാകുമ്പോ പിരിഞ്ഞേക്കാം. ഇന്നലെ ബായാറുപ്പാപ്പ ഇവിടെ പറഞ്ഞല്ലോ ചെറിയ പെൺകുട്ടിന്റെ കാര്യം, ചെറിയ ആൺകുട്ടികളുടെ കാര്യം. അത് നിങ്ങളെയും പിടിപെട്ടേക്കാം, അള്ളാഹു കാക്കട്ടെ. ചെറുപ്പക്കാര് സന്തോഷിക്കണ്ട, അതിനല്ല പറഞ്ഞത്. പ്രായമുള്ളവരെ, 50 വയസ്സിൽ മുകളിലെത്തിയവരെ, സഹോദരങ്ങളെ, ഞാനടക്കം അങ്ങനെയാണ്. ഇനി കൂടുതൽ ജീവിക്കുകയില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ, സാധാരണ സ്ഥിതി അനുസരിച്ച് കൂടുതൽ ഇനി ജീവിക്കൂല, കുറച്ചു കാലം കൂടെ ഉണ്ടാകും. ഈ ഒരു പ്രായത്തിലേക്ക് എത്തിയാൽ അവൻ സ്വലാത്ത് കൂടുതൽ ചൊല്ലിക്കൊള്ളട്ടെ, അവൻ സ്വലാത്ത് കൊണ്ട് ജോലിയായിക്കൊള്ളട്ടെ. കാരണം അവന്റെ കഴിഞ്ഞുപോയ കാലങ്ങളിലുണ്ടായ അബദ്ധങ്ങൾ പൊറുക്കാൻ സ്വലാത്തിനോളം പറ്റിയ വേറെ സാധനമില്ല. സലാത്ത് കൊണ്ട് വീണ്ടെടുക്കാൻ, നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കാൻ കഴിയുന്ന അത്ര മറ്റൊന്നുകൊണ്ട് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ കഴിയില്ല. അല്ലാഹുവും റസൂലുമായി അകന്നു, അല്ലാഹുവിനോടകന്നു, റസൂലിനോടകന്നു, നൂറുദ്ദീൻ ശൈഖിനോടകന്നു, ഉസ്താദുമാരോട് മാനസികമായി അകന്നു, ജീലാനിപ്പാപ്പനോടകന്നു, ലോകത്തുള്ള ആരിഫീങ്ങളോടൊക്കെ അകന്നു. ഈ അകന്ന നമ്മൾ അല്ലാഹുവിനോട് ഇനി ഈ പിണക്കം എങ്ങനെ തീർക്കും? നമ്മുടെ അബദ്ധങ്ങളെ കൊണ്ടാണ് അകൽച്ച ഉണ്ടാവുക. സുന്നികളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഈ അകൽച്ച എങ്ങനെ തീർക്കും? അത് തീർക്കാൻ സ്വലാത്ത് കൊണ്ട് മാത്രമേ കഴിയൂ. അതുകൊണ്ട് എൻ്റെ പ്രായമുള്ള സഹോദര സഹോദരിമാരെ, കുട്ടികളെ, സ്വലാത്തുകൾ ചൊല്ലൂ. സ്വലാത്ത് ചൊല്ലി ആ പിണക്കം തീർത്ത് ആ വിടവുകളും എല്ലാം അടക്കാൻ പരിശ്രമിക്കണം നമ്മൾ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ സ്വലാത്ത് അത് നേടിത്തരുന്ന ലാഭങ്ങൾ ചെറിയതല്ല. എന്തൊരു വിഷയം വീടാനും സ്വലാത്ത് ഉപകരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പുത്തനാശയക്കാരുടെ നേതാവ് ഇബ്നു ഖയ്യിം സ്വലാത്തിന്റെ മഹത്വങ്ങൾ പറയാനായി ഒരു ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട്. ജലാഉൽ ഫുആദ് എന്നാണ് അതിന്റെ പേര്. ഇവിടെയുണ്ട് ആ ഗ്രന്ഥം. ഞങ്ങളുടെ പതാവാഹകൻ എന്ന് പറയുന്ന വഹാബി പ്രസ്ഥാനത്തിന്റെ പതാവാഹകൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിരിക്കുകയാണ് വഹാബികൾ ഇബ്നു ഖയ്യിമിനെ. അയാളുടെ ജലാഉൽ ഫുആദിൽ സ്വലാത്ത് മജ്ലിസിന്റെ മഹത്വം പറയുന്നുണ്ട്. അതും ഇബ്രാഹിമിയ സ്വലാത്തെ ചൊല്ലാവൂ എന്ന ജൽപ്പനം വഹാബികളുടെ ഇടയിൽ
ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ കടമപ്പെട്ടത് കൊണ്ട് പറയുകയാണ്. മൊത്തത്തിൽ നാം നിസ്കാരത്തിൽ ചൊല്ലുന്ന ഇബ്രാഹിമിയ സ്വലാത്ത് അതേ ചൊല്ലാവൂ എന്നാണ് ഇന്നുള്ള പുത്തനാശയക്കാരുടെ മുഴുവൻ വിശ്വാസം. എന്നാ നിങ്ങൾക്കറിയുമോ ഗ്രന്ഥരചനകൾ എന്ന് തുടങ്ങിയോ? ആയിരക്കണക്കിന് ആയിരത്തിലധികം കൊല്ലങ്ങളായില്ലേ ഗ്രന്ഥരചനകൾ തുടങ്ങിയിട്ട്? അല്ലെങ്കിൽ അതിന്റെ മുമ്പ് എത്രയോ കൊല്ലങ്ങൾ? ഞാൻ ഇസ്ലാമിലെ ഗ്രന്ഥങ്ങളാ പറയുന്നത്. ഈ ഉമ്മത്തിലെ ഗ്രന്ഥരചനകൾ എന്ന് തുടങ്ങിയോ അന്ന് മുതൽക്ക് ഇന്ന് വരെയുള്ള ഗ്രന്ഥങ്ങൾ, സ്വലാത്തിന്റെ കിതാബല്ല ഞാൻ പറയുന്നത്, ഇമാം ഷാഫി തങ്ങൾ എഴുതിയ കിതാബുകൾ, അബൂ ഹനീഫ തങ്ങൾ എഴുതിയ കിതാബുകൾ, മാലിക് തങ്ങൾ എഴുതിയ കിതാബുകൾ, അതുപോലെ തന്നെ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ എഴുതിയ കിതാബുകൾ, അവരുടെ കോടിക്കണക്കിന് ശിഷ്യന്മാരെഴുതിയ കിതാബുകൾ, ഒരു പരിധിവരെ ഒരു ചെറിയ കുതുബ്ഖാന നമ്മളവിടെ ഉണ്ടല്ലോ. ഈ കിതാബ് എന്റെ കൂടെ നിങ്ങൾ ഓരോന്ന് മറിക്ക്. ഒരൊറ്റൊന്നിന്റെ തുടക്കത്തിലും സ്വലാത്തില്ലാത്ത കിതാബ് കാണൂല. ഒരൊറ്റൊന്നിന്റെ തുടക്കത്തിലും ഇബ്രാഹിമിയ സ്വലാത്തും കാണൂല. ആ രചിതാവ് സ്വന്തമായി രചിച്ച സ്വലാത്തെ അതിൽ കാണുകയുള്ളൂ. ഇമാം നവവിയുടെ മിൻഹാജ് എടുത്തു നോക്ക്. ആ മിൻഹാജിന്റെ തുടക്കത്തിൽ ഇമാം നവവി തങ്ങൾ എഴുതിയ ഒരു സ്വലാത്താണ്. സ്വയം സ്വലാത്ത് ഉണ്ടാക്കുകയാണ്. ഇബ്നു തൈമിയയുടെ നൂറുകണക്കിന് കിതാബുകളുണ്ട്. ഞങ്ങളുടെ പദാവാഹകൻ എന്ന് പറയുന്ന ഇബ്നു തൈമിയ, ഇബ്നു ഖയ്യിം ഒക്കെ ഉണ്ടല്ലോ, ഇബ്നുൽ ഹാദി ഒക്കെ ഉണ്ടല്ലോ. അവരുടെ ഓരോരുത്തരുടെയും ഗ്രന്ഥങ്ങൾ എടുക്കുക. ഇവിടെയുണ്ട് കുറെ. അതിന്റെ തുടക്കത്തിൽ ഇബ്രാഹിമിയ സ്വലാത്തല്ല, ഇബ്നു തൈമിയ സ്വന്തം രചിച്ച സ്വലാത്തുകളാണ്. 100 കിതാബ് അയാൾ എഴുതിയെങ്കിൽ 100ൽ 100 സ്വലാത്ത് അയാൾ രചിച്ചിരിക്കുന്നു. സ്വയം രചിച്ച സ്വലാത്തുകളാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ഗ്രന്ഥങ്ങൾ ഇവിടെ 5ഓളമുണ്ട്. അതിന്റെ തുടക്കത്തിലെല്ലാം അയാൾ സ്വന്തമായി രചിച്ച സ്വലാത്തുകളാണുള്ളത്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെക്കൊള്ള ചേർത്തല്ലേ വഹാബി എന്ന് പറയുന്നത്. ഇബ്രാഹിമിയ സ്വലാത്ത് എല്ലണം, ഇബ്രാഹിമിയ സ്വലാത്ത് എല്ലണം. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെയും അതുപോലെ തന്നെ വഹാബികളുടെയും അതുപോലെ തന്നെ തബ്ലീഗുകാരുടെയും ഒക്കെ ആശയമാണ്. അത് ബിദ്അത്താണ് ആശയം. അല്ലാഹു തആല അങ്ങനെ നിർബന്ധിച്ചിട്ടില്ല. ഏത് സ്വലാത്ത് ചൊല്ലിയാലും സ്വലാത്തിന്റെ കൂലി ലഭിക്കുമെന്നതിൽ ഒരു തർക്കം പണ്ഡിതന്മാരുടെ ഇടയിലില്ല. ടോട്ടൽ അത് ഇജ്മാ ആണ്. ഇജ്മാഇനെ നിഷേധിക്കുന്നതിന്റെ വിധി എന്ത്? ജമുൽ ജവാമി പോലുള്ള കിതാബുകളിൽ കാണാം. ഇജ്മാഇനെ നിഷേധിക്കൽ ബിദ്അത്തുൻ ഔ കുഫ്റുൻ, അത് കഠിന ബിദ്അത്താണ്. അല്ല, നല്ലൊരു വിഭാഗം പണ്ഡിതന്മാര് പറയുന്നു ഇസ്ലാം ഒന്ന് പുറത്തു പോകും. അപ്പൊ ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലിയാലേ സ്വലാത്താകുമുള്ളൂ എന്ന് പറയുന്നത് കൊണ്ട് ഇസ്ലാം ഒന്ന് പുറത്തു പോകുന്ന വാക്കാണത്. ഗൗരവം ചിന്തിക്കണ്ടേ സഹോദരന്മാരെ? നാരിയത്ത് സ്വലാത്തിനെ സംബന്ധിച്ച് നാരിയ സ്വലാത്ത്, നാറിയ സ്വലാത്ത്, സുബ്ഹാനല്ലാഹ്, ചിലർ അത് ചൊല്ലാൻ തന്നെ പാടില്ല, മുശ്രിക്കായി പോകും. ചിലർ അതിൽ തന്നെ അത് പറയുന്നുണ്ട്. കാരണം നാറ് എന്ന് പറഞ്ഞാൽ നരകം എന്നത്രേ. എവിടുന്ന് കിട്ടിയ അർത്ഥന്നാവും നരകം. അപ്പൊ നരകത്തിലേക്ക് പോകുന്ന സ്വലാത്ത്. ഇന്ത്യ നരകത്തിൽ നിന്ന് കഴിച്ചിലാണ് സ്വലാത്ത് എന്ന് അർത്ഥം വെച്ചാല് പോകുന്ന എവിടുന്ന് കിട്ടിയത്? എനിക്കൊന്നും മനസ്സിലായില്ല. ഇമാം നാസിലി തങ്ങൾ അവിടുത്തെ ഖസീനത്തുൽ അസ്റാറിൽ പറയുന്നു, മൊറോക്കോ ഭാഗങ്ങളിൽ ഇതിനെ പറയുന്ന പേര് സ്വലാത്തു നാരിയ എന്നാണ്. നാറിലേക്ക് ചേർത്തുകൊണ്ടാണ് പറയാറുള്ളത്. മൊറോക്കോ ഭാഗങ്ങളിൽ ഇതിന് കുറെ പേരുണ്ട്. 6 or 7 പേര് കിതാബുകളിൽ കാണാം. അതിന് ഓരോന്നിനും ഫായിദകളും എണ്ണങ്ങളും ഒക്കെ പറയുന്നുണ്ട്. കൻസുൽ ആളം അസ്സലാത്തു തഫ്രീദിയ ഇതിന്റെ പേരാണ്. 40 പ്രാവശ്യം നാരിയത്ത് സ്വലാത്ത് ദിവസം പതിവാക്കുന്ന ആൾക്ക് തങ്ങളുമായി ബന്ധമുണ്ടാകും. അറബികളൊക്കെ ആ ഒരു വഴിയിൽ പോകുന്നവരാണ്, സുന്നികളായ അറബികളൊക്കെ.
എനിക്ക് 40 സ്വലാത്ത് നാരിയത്ത് സ്വലാത്ത് ചെല്ലാൻ ഇജാസത്ത് തന്നത് നമ്മളെ മൂസക്കോയ ബാക്ക ഉസ്താദിനൊക്കെ അറിയാം. സയ്യിദ് ജഅഫർ ജീലാനിയുടെ മൂത്ത മകൻ അവിടുത്തെ എന്താ ഐജിയോ എന്താണ് അറിയാം അല്ലേ, പോലീസ് ഐജിയോ ഇപ്പൊ റിട്ടയർഡ് ആണ് അദ്ദേഹം. സവ്വി 40 സ്വലാത്ത് ഫി കുല്ലി യൗം. സവ്വി എന്ന് പറഞ്ഞാൽ ചൊല്ലിക്കോ, ചെയ്തോ എന്നർത്ഥം. 10 വട്ടം ചെല്ലുന്നവർക്ക് ഇന്ന ഫായിദ, ഇന്ന ഫലം. ഹസീനത്തുൽ അസ്റാർ എന്ന ഗ്രന്ഥം എടുത്തു നോക്ക്, സ്വലാത്തുൻ നാരിയെ പറ്റി പറഞ്ഞത്. മഗ്രിബ് ഭാഗങ്ങളിൽ, മൊറോക്കോ ഭാഗങ്ങളിൽ നാരിയത്ത് സ്വലാത്ത്, നാരിയത്ത് സ്വലാത്ത് എന്നാണ് അതിന് പേര് പറയുക. എന്തുകൊണ്ടെന്നാൽ അന്നഹാ തുഅസ്സിറു കന്നാരി ഫിൽ ഹതബി, ഒരു തീയ് വിറകിനെ കരിക്കും പോലെ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും ഈ സ്വലാത്ത് കരിച്ചു കളയുന്നതാണ്. മൊറോക്കോ ഭാഗങ്ങളിൽ ഒരു ദുഃഖമുണ്ടായാൽ, പ്രയാസമുണ്ടായാൽ യഹ്തഫിലൂന വയജ്തമിഊന, അവരൊരുമിച്ച് കൂടിയിട്ട് വയഖറഊന നാരിയത്ത് സ്വലാത്തിന് അവർ ചൊല്ലും. 4444 വട്ടം ചൊല്ലും. എന്നാൽ അവർക്ക് ആ പട്ടണം പരിഹരിക്കപ്പെടാതിരുന്നിട്ടില്ല. 4444 എന്ന അതത്, ആ എണ്ണത്തിന് വലിയ സിറുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നിന്ന് വരുന്ന ഒരു രഹസ്യ എണ്ണമാണ് അത്. ആ എണ്ണത്തിൽ ഏത് ദിക്റിനും ഫായിദയുണ്ട്. ഇബ്നു അദൽ അസ്ഖലാനി തങ്ങൾ പറയുന്നുണ്ട്, അതിൽപ്പെട്ടതാണ് നാരിയത്ത് സ്വലാത്തും. ഇനി മറ്റ് സ്വലാത്തുകൾക്കും അതേ എണ്ണം ചൊല്ലാം. 4444 അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുത്തെ പേരിനോട് ബന്ധപ്പെട്ട ഒരു അഭിജതിയായ കണക്കാണ്. അത് ഈ നാരിയത്ത് സ്വലാത്ത് മാത്രമല്ല, മറ്റു സ്വലാത്ത് 4444 വട്ടം ചൊല്ലിയാൽ ഭയങ്കര ഫലാണ്. ഇക്കാരം ഒരു 10 വട്ടം നാരിയത്ത് സ്വലാത്ത് ഖലീൽ തങ്ങൾ പാപ്പ കണ്ണിയത്ത് ഉസ്താദിനെ തൊട്ട് എന്നോട് പറഞ്ഞതാ. മഗ്രിബിന്റെ ശേഷം 10ഉം സുബൈന്റെ ശേഷം 10 വട്ടം നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയാൽ ഖബറിലേക്ക് എത്തുമ്പോൾ ഖബറിൽ നിന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകരങ്ങളാൽ ആ മയ്യത്ത് വാങ്ങുമെന്ന് കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞിരിക്കുന്നു എന്ന് ഖലീൽ തങ്ങൾ പാപ്പ എന്നോട് പറഞ്ഞു. എന്നിട്ട് എന്നോട് അങ്ങനെ സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞു. അതൊരു 10-18 കൊല്ലം മുമ്പാണ് എന്നോട് പറഞ്ഞത്. മുത്ത് റസൂലുള്ളാഹി തങ്ങൾ ഖബറിലെത്തുന്ന ഒരു സ്വലാത്ത്, ഇതിനെ പറ്റിയാണ് നാറിയ സ്വലാത്തെന്നും നരകത്തിൽ കടക്കുന്ന സ്വലാത്ത് എന്നൊക്കെ പറയുന്നത്. ഹദീസിൽ വന്ന വാക്കുകളെ കൊണ്ട് കോർത്തുണ്ടാക്കിയ മഹാനായ ഇമാം ഷാദിലി തങ്ങളുടെ ഉസ്താദാണ് അബ്ദുസ്സലാം ഇബ്നു മശീഷ് തങ്ങൾ. അവരാണ് അതിന്റെ രചയിതാവ് എന്നാണ് ഒരഭിപ്രായം. അബ്ദുസ്സലാം ഇബ്നു മശീഷ് വലിയ മഹാനാണ്. ഷാദിലി ഇമാമിന്റെ ഉസ്താദാണ്. അഹ്മദുൽ ബദവിയുടെ ഉസ്താദാണ്. ബഹുമാനപ്പെട്ട അഹ്മദ് ദസൂഖി തങ്ങളുടെ ഉസ്താദാണ്. ഇബ്രാഹിം ദസൂഖി തങ്ങളുടെ ഉസ്താദാണ്. ഒരേ ആരാണ് ഈ 3 പേര്? അവരെ പറ്റി അറിയുന്നവർക്കറിയാം ഈ ആളാരാണെന്ന്. സുബ്ഹാനല്ലാഹ്. മശീഷിയ സ്വലാത്ത് ലോകപ്രസിദ്ധമാണ്. മശീഷിയ സ്വലാത്ത് വല്ലാത്ത സ്വലാത്താണ്. ഷാദുൽ ഇമാം ശൈഖിനെ തേടി ചെന്നപ്പോ, ഷെയ്ഖിനെ കിട്ടാതെ ഷെയ്ഖിനെ തേടി ചെന്നപ്പോ അബ്ദുസ്സലാം ബിൻ മശീഷ് തങ്ങൾ റൂമിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരിക. വന്നിട്ട് വന്ന ഷാദുലിയുടെ പേരും അവരുടെ ഉപ്പ, അവരുടെ ഉപ്പ, അവരുടെ ഉപ്പ, അവരുടെ ഉപ്പ, അവരുടെ ഉപ്പ, അവരുടെ ഉപ്പ, അങ്ങനെ റസൂലുള്ളാഹിന്റെ പേര് വരെ വായിക്കുകയാണ്. കാണാതെ, മുമ്പ് കണ്ടിട്ടില്ല, പരിചയമില്ല, മുമ്പ് കണ്ടിട്ടില്ല, പരിചയമില്ല. ചെന്നപ്പോ തന്നെ സയ്യിദ് കുടുംബമാണ്. സയ്യിദി അബുൽ ഹസൻ ഷാദുലി തങ്ങൾ ആ കുടുംബ പരമ്പര മുത്ത് നബി വരെയുള്ള പേരുകൾ എണ്ണുകയാണ്. അപ്പൊ തന്നെ മതിയായില്ലേ? ഞാൻ ഒരു സംഭവം പറഞ്ഞേ ഉള്ളൂ.